Hi everyone, very good morning to all. പിന്നെ നമ്മുടെ ഫോഴ്സ് സിസ്റ്റം ഇൻ സ്പേസിലെ മൂന്നാമത്തെ ക്ലാസ്സാണ്. മൂന്നാമത്തെയും ഫോഴ്സ് സിസ്റ്റം ഇൻ സ്പേസിലെ അവസാനത്തെയും ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ ഒരു പ്രോബ്ലം കൂടി ചെയ്യും. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ സെഷൻ ഐ ഹാവ് ഗിവൺ 2 ഹോംവർക്ക്. നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിൽ കണക്ട് ചെയ്തിട്ടുള്ള 2 ഹോംവർക്ക് കൂടി ഇതിൻ്റെ അവസാനമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഇക്വിലിബ്രിയം ഓഫ് കൺകറൻറ്റ് ഫോഴ്സ് ഇൻ സ്പേസ്. ഇതുവരെ നമ്മൾ ചെയ്ത 2 പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് കോമ്പണൻസ് തന്നു ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ റിസൾട്ടൻ്റ്. അങ്ങനത്തെ ഒരു പ്രോബ്ലം ചെയ്തു. പിന്നെ റിസോൾവ് ചെയ്യുന്ന പ്രോബ്ലം ചെയ്തു. ഹൗ വിൽ ബി റിസോൾവിങ് ദ ടോട്ടൽ ഫോഴ്സ് ഇൻ ടു 3 കോമ്പണൻറ്റ്. ഒരു സിംഗിൾ ഫോഴ്സിന് 2-3 കോമ്പണൻറ്റ് സോൾവ് ചെയ്തിട്ട് അതിൻ്റെ എലമെൻറ്റ്സ് കണ്ടുപിടിച്ചു. അപ്പോൾ ടുഡേ വിൽ ബി ഡിസ്കസിങ് ദ ഇക്വിലിബ്രിയം ഓഫ് ഫോഴ്സ് ഇൻ സ്പേസ്. നമ്മൾ 2 ഡയമെൻഷണൽ ഫോഴ്സിൻ്റെ ഇക്വിലിബ്രിയം പഠിച്ചിട്ടുണ്ടായിരുന്നു. സിഗ്മ എഫ് എക്സ് ഈക്വൽ 0, സിഗ്മ എഫ് ഐ ഈക്വൽ 0 ആൻഡ് സിഗ്മ എം എസ് ഈക്വൽ 0 കൊണ്ട് നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മളിപ്പോൾ കൺകറൻറ്റ് ഫോഴ്സ് മാത്രമാണ് ഡീൽ ചെയ്യുന്നത്. കൺകറൻറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി സ്റ്റാർട്ടിങ് ഫ്രം 1 പോയിന്റ്. ഒരു പോയിന്റിൽ തന്നെ ആക്ട് ചെയ്യണ അത്ര കൂടുതൽ ഫോഴ്സ് ഉണ്ടായാലും ഇറ്റ് വോണ്ട് ക്രിയേറ്റ് എ മൊമെൻറ്റ്. മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഫോഴ്സ് ഷുഡ് ബി സെപ്പറേറ്റ് ബൈ എ ഡിസ്റ്റൻസ്. അപ്പോൾ ഈ കൺകറൻറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഓൾ ഫോഴ്സ് വിൽ ബി ആക്ടിങ് അറ്റ് എ സിംഗിൾ പോയിന്റ്, ഒറിജിനേറ്റിംഗ് ഫ്രം എ സിംഗിൾ പോയിന്റ് ഓർ എൻഡിങ് ഇൻ എ സിംഗിൾ പോയിന്റ് ആയിരിക്കും കൺകറൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഫോഴ്സ് നമുക്ക് മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് സിഗ്മ എഫ് എക്സ് ഈക്വൽ 0, സിഗ്മ എഫ് ഐ ഈക്വൽ 0 മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഇൻ സ്പേസ് ആയതുകൊണ്ട് വിൽ ബി ഡീലിംഗ് വിത്ത് 3 ഡയമെൻഷണൽ ഫോഴ്സ്. സോ യു ഹാവ് ടു അപ്ലൈ സിഗ്മ എഫ് എക്സ് ഈക്വൽ 0, സിഗ്മ എഫ് ഐ ഈക്വൽ 0, സിഗ്മ എഫ് ഇസഡ് ഈക്വൽ ടു 0. അപ്പോൾ 3 കണ്ടീഷൻ കൂടി നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. നമ്മൾ സിസ്റ്റം ഇക്വിലിബ്രിയം ആകുമ്പോൾ സിഗ്മ എഫ് എക്സ് ഈക്വൽ 0, സിഗ്മ എഫ് ഐ ഈക്വൽ 0, സിഗ്മ എഫ് ഇസഡ് ഈക്വൽ 0. നമ്മൾ എക്സ് എന്ന് പറയുന്നത് ഐ കോമ്പണൻ്റ് സമ്മ് 0 ആയിരിക്കണം. വൈ എന്ന് പറയുന്നത് ജെ കോമ്പണൻ്റ് സമ്മ് 0 ആയിരിക്കണം. ഇസഡ് എന്ന് പറയുന്നത് കെ കോമ്പണൻ്റ് സമ്മ് 0 ആയിരിക്കണം. ഈ 3 കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് ഫോഴ്സ് സിസ്റ്റം ഇക്വിലിബ്രിയം സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കിയിട്ട് ഹൗ വിൽ ബി അപ്ലൈയിങ് ദ കണ്ടീഷൻ നോക്കാം. സോ ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ. വി ഹാവ് 2 ഫോഴ്സസ് പി ആൻഡ് ക്യൂ അറ്റ് ദ പോയിന്റ് എ. പി എന്നുള്ള ഫോഴ്സും ഉണ്ട്, ക്യൂ എന്നുള്ള ഫോഴ്സും ഉണ്ട്. ആൻഡ് at the same point we have attached 3 string AB attach ചെയ്തിട്ടുണ്ട്, string AC attach ചെയ്തിട്ടുണ്ട്, string AD attach ചെയ്തിട്ടുണ്ട്. And the force P is given as 3.5 kilonewton. P എവിടേക്കാ? Free from point A to സ്റ്റാർട്ട് ചെയ്യുന്ന away ആണ് ആക്ഷൻ. അപ്പോൾ എക്സ് ആക്സിസിലെ പോസിറ്റീവ് ഡയറക്ഷൻ ആണ്. അപ്പോൾ ഇപ്പോൾ പോയിന്റ് Pനെ അല്ലെങ്കിൽ ഫോഴ്സ് Pനെ വെക്ടർ കോമ്പണന്റിൽ എഴുതുകയാണെങ്കിൽ ഇറ്റ് വിൽ ഹാവ് ഓൺലി എക്സ് കോമ്പണന്റ് ഓർ ഓൺലി ഇറ്റ് വിൽ ഹാവ് J component, or we can write the value of P as 3.5 I എന്ന് മാത്രം എഴുതാം and 0J plus 0K എന്ന് എഴുതാം. And what about Q? Q is a force acting in the Z direction and it is in the Z towards front is positive, towards the back is negative. So it is acting towards front. നമ്മുടെ ഫ്രണ്ടിലേക്കാണ് അത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ Qൻ്റെ കോമ്പണൻറ്റ് will have only Z component or it will only have the K component. The value of Q is 1.5 kilonewton. Or we can write the Q as in vector form as 1.5 K and the I component and J component for Q is equal to 0 ആയിരിക്കും. അപ്പോൾ പോയിന്റ് Q നമുക്ക് വെക്ടറായിട്ട് എഴുതാൻ പറ്റും, പോയിന്റ് P നമുക്ക് വെക്ടറായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ആൻഡ് ബാക്കി 3 ഫോഴ്സും കൂടി ഉണ്ട്. സ്ട്രിങ് എ ബിയിൽ ഫോഴ്സ് ഉണ്ട്, സ്ട്രിങ് എ സിയിൽ ഫോഴ്സ് ഉണ്ട്, സ്ട്രിങ് എ ഡിയിൽ ഫോഴ്സ് ഉണ്ട്. സോ വിൽ ബി റൈറ്റിംഗ് ഇറ്റ് ആസ് ഫോഴ്സ് വെക്ടർ ഫോം. അപ്പോൾ ഫോഴ്സ് വെക്ടർ ഫോമിൽ എഴുതുന്നത് വിൽ ബി ഫസ്റ്റ് വിൽ റെപ്രസെൻറ്റ് ഇറ്റ് ആസ് എ യൂണിറ്റ് വെക്ടർ ആൻഡ് വിൽ മൾട്ടിപ്ലൈ വിത്ത് ദ മാഗ്നിറ്റ്യൂഡ്. അങ്ങനെ 3 എണ്ണത്തിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതണം. ഫസ്റ്റ് വിൽ ഗോ ത്രൂ ദ കോർഡിനേറ്റ്സ്. എ ബി സി ഡിയുടെ കോർഡിനേറ്റ്സ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എക്സ് വാല്യൂ എന്ത്, വൈ വാല്യൂ എന്ത്, സെഡ് വാല്യൂ എന്ത്, അതാണ് നമുക്ക് കോർഡിനേറ്റ്സ്. ഇപ്പോൾ ലൈൻ എ ബി കിട്ടണമെങ്കിൽ ബിയുടെ കോർഡിനേറ്റിൽ നിന്ന് എയുടെ കോർഡിനേറ്റ് മൈനസ് ചെയ്യണം. എ ബി നിന്ന് എൻ സ്റ്റാർട്ട് ചെയ്ത് ബിന്ന് എൻഡ് ചെയ്യണ ലൈനാണ് എ ബി എന്ന്, അല്ലെങ്കിൽ ഫോഴ്സ് എ ബി. ബിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിൽ എൻഡ് ചെയ്യണ ഫോഴ്സ് ആണ് ഫോഴ്സ് ബി എ എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ എ ബിന്ന് എയിൽ സ്റ്റാർട്ട് ചെയ്ത് ബിയിൽ എൻഡ് ചെയ്യണ ഫോഴ്സ് ടുവേർഡ്സ് ബി ആണ്. ഫോഴ്സ് ബി എന്ന് പറഞ്ഞാൽ ഫ്രം ബി ടു പോയിന്റ് എ. അപ്പോൾ എ ഇസ് ദ ഫൈനൽ പോയിന്റ്, ബി ഇസ് ദ ഇനീഷ്യൽ പോയിന്റ്. നമ്മളിപ്പോൾ കേസിൽ പോയിന്റ് എ എന്നാണ് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നത് പോയിന്റ് ബിയിലേക്ക്. ഓക്കെ, അപ്പം അങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്. ഫസ്റ്റ് വിൽ ഗോ ത്രൂ ദ കോർഡിനേറ്റ്സ്. ഇപ്പോൾ എയുടെ കോർഡിനേറ്റ് എന്തൊക്കെയായിരിക്കും? പോയിന്റ് എയുടെ കോർഡിനേറ്റ് വിത്ത് റെസ്പെക്ട് എക്സ് ആക്സിസ് ഇറ്റ് ഡിസ്റ്റൻസ് 1.8, xA equal to 1.8. With respect to y axis, it is at a distance 0.6 meter.
So YA is equal to 0.6 with respect to Z axis. Z axis in the center point rest ചെയ്യുന്നത്. Z axis in the value 0 ആയിരിക്കും. അപ്പോൾ with respect to X, XA 1.2, YA 0.6, ZA 0. And what about point B? Point B with respect to X axis, it is in the X axis. X axis in the same plane. So XB equal to 0, YB with respect to Y axis it is 1.5. YB is equal to 1.5 with respect to Z axis. ZB is equal to 0.6. Okay, and with respect to point C, with respect to X axis, again it is in the middle of the X axis. രണ്ട് സൈഡിലേക്ക് ഉണ്ട്, ഈ സൈഡിലേക്ക് ഉണ്ട്, രണ്ട് മിഡിലാണ് പോയിന്റ് സി. YZ പ്ലെയിനിലാണ്. YZ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ it is 0 X axis. അപ്പോൾ XC equal to 0. What about YC? YC is equal to 1.5. What about ZC? Z is towards back. It is negative, minus 1.8. അപ്പോൾ XC equal to 0, YC equal to 1.5, ZC is equal to minus 1.8. Now what about point D? Point D, XD, that is 1.8. YD is in the 0 point. Point D is in the YD is equal to 0. ZD, again it's the midpoint. ZD is equal to 0. So we have analyzed all 4 points. XA 1.8, 0.6, 0. YB 0, 1.5, 0, 6. XC 0, 1.5, minus 1.8. ZD 1.8, 0, 0. First we will write line AB as a vector form. Okay. First we will write the line AB as a vector form, unit vector. So we will start from the end point and we will A as the starting point, B as the end point. First we will analyze the I component. I component means X component. X is the final position of X. That is XB equal to 0. Initial position of X, that is XA. XA 1.2. 0 minus 1.8 I. Final position of Y, YB 1.5. Final initial position of X 1.6. 1.5 minus 0.6 J. Final position of Z 0.6. Initial position 0. 0.6 minus 0. So it is our vector. To convert into a unit vector, we will be dividing it with the magnitude. Find the square the magnitude on divide, you will get the unit vector. And to convert into force form, some kind of force value, so we will be giving it as a TAB, tension AB. We will be multiplying it with the tension AB. So we will obtain the force vector along AB as a TAB into minus 0.86 plus 0.43J plus 0.29K. This is our first vector AB. So we will repeat the same procedure for the line AC and line AD. So for line AC, the final position is C. What about X component? 0. Initial X component 1.8. 0 minus 1.8. Final position of Y 1.5. Initial position 0.6. 1.5 minus 0.6. Final position of Z 1 minus 1.8. And the initial position of Z 0. Minus 1.8 is wrong. It is minus 1.8 minus 0. Okay. Anyway, answer is correct. So this is our unit vector. So converting into a force vector, we will be multiplying with the tension AC. We will be analyzing the rho of AC. Tension AC. So tension AC into 0.8. This is our force vector along the AC. And we have one more component, AD. So AD, final position is D, initial position is A. With respect to X axis, initial position of final position of D 1.8, initial position 1.8. So 1.8 minus 1.8, 0. Final position 0, initial position 0. So it's a 1.8 minus 1.8. Anyway, answer is correct. 1.8 minus 1.8. Final position and initial position of X is equal to 1.8. And what about Y? Final position 0, initial position 0.x. 0 minus 0.6 equal to J. And Z, final position 0, initial position 0, 0 minus 0, K. So we will be converting into unit vector by dividing in the square term. First term last two will be only 0.6. So it is our unit vector. So convert into force vector, we will be multiplying with the tension AD. So we don't have any I component and a K component. We will only have the
j common, that is y component. Okay, so we got 5 force vector AB, AC, AD, P and Q. So for the system is in equilibrium, total force should be 0. So the sum of I component should be 0, sum of j component should be 0, sum of k component should be 0. So we will be adding all the 5 forces. So we will be representing the force P in as 3.5 I because P is acting along the x-axis. So we will be representing as a 3.5 I. The force Q as along the z-axis. So it's only 1.5 K. So we will be adding all the I components. So I component means it will 3.5 will come, and we will be adding I component of the force vector AD. That is, we don't have any I component in the force vector AD, and we will check the force vector AC 0.76 AC minus 0.76 AC, and we will check the force vector AB. It will be minus 0.86 AB. So this all will come for the force vector analysis. So we'll add the all I components together. So we'll get a equation 0.86 AB TAC equal to 3.5. And we'll all add all the K components together. Sorry, J components together. We'll get another equation. And we'll add the K components together. We will get another equation. So we got 3 equation and 3 unknowns. Solve using your calculator. You will get the final answer as TAB is equal to 1.74 Newton, TA is equal to 3 kilonewton, TAD is equal to 1.74 Newton. So solve using the equation mode of calculator. You will have 3 equation and 3 unknowns. So put equation as unknowns on one side and a constant on another side, and put the values, and you will get the values. So for the first equation we will have any TAB and TAC. We don't have any TAD. So for the first equation, the value of TAD can be given as 0. So for the last equation we have only TAB and TAC, and we don't have a TAD. So for the last equation also TAD can be given as 0. Oh, okay. So this is the last problem we are discussing with respect to force system in space, and we have 2 homework questions. Okay, a tripod. നമ്മളൊരു ക്യാമറയ്ക്ക് യൂസ് ചെയ്യുന്ന ട്രൈപോഡ്, അതിൻ്റെ വെയിറ്റ് 2 കിലോമീറ്റർ ഡൗൺവേർഡ് ഡയറക്ഷൻ ഉണ്ട്. ഓക്കെ, ഓൺലി ക്യാമറ അല്ലേ, മുകളിൽ വയ്ക്കുമ്പോൾ താഴേക്കാണ് ഫോഴ്സ് ആക്ട് ചെയ്യുക, ഡൗൺവേർഡ് ഡയറക്ഷൻ. ദ ലോഡ് വിൽ ബി ഷെയർഡ് ബൈ ദ ഓൾ ദ 3 കോമ്പണൻസ്. ഓക്കെ, സോ പോയിന്റ് എയുടെ കോർഡിനേറ്റ്സ് അലോങ് എക്സ് ആക്സിസ് 1.2, വൈയും സെഡും 0. ആ പോയിന്റ് ബിയുടെ കോമ്പണൻസ് അലോങ് സെഡ് ആക്സിസ് 1.2, വൈയും x ഉം 0. Point C along x-axis -1, along z-axis -8. Point C is along x-axis -1, along z-axis -8. And you have to solve and find the value of force along AB, AC and AD. So AD, AB, AC, because the pod will be applying force along towards the camera. So we will be analyzing AB, BD and CD. AD, BD and CD force, and find the values. And you will have one more homework, the force 30 kilonewton, 40 kilonewton, 25 kilonewton concurrent force. 4 force തന്നിട്ടുണ്ട്. അറ്റ് ഒറിജിൻ ആൻഡ് ഡയറക്റ്റഡ്. ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 4 ഡിഫറെൻറ്റ് പോയിന്റിലേക്ക് പോകുന്നത്, 4 ഡിഫറെൻറ്റ് പോയിന്റുകളും തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് 4 യൂണിറ്റ് വെക്ടറുകൾ എഴുതാൻ പറ്റും. ഇനീഷ്യൽ പോയിന്റ് 0, 0, 0, ഫൈനൽ പോയിന്റ് ആദ്യത്തെ ഫൈനൽ പോയിന്റ്, സെക്കൻഡ് വണ്ണിൻ്റെ ഫൈനൽ പോയിന്റ്, തേർഡ് വണ്ണിൻ്റെ ഫൈനൽ പോയിന്റ്, ഫോർത്ത് വണ്ണിൻ്റെ ഫൈനൽ പോയിന്റ്. 4 ഫൈനൽ പോയിന്റ്. ഈ 4 ഫൈനൽ പോയിന്റ് അനലൈസ് ചെയ്തിട്ട് നമുക്ക് 4 യൂണിറ്റ് വെക്ടറുകൾ എഴുതാൻ പറ്റും. ആ 4 യൂണിറ്റ് വെക്ടറും ബേസ് ചെയ്തിട്ട് നമുക്ക് 4 ഫോഴ്സ് വെക്ടറുകൾ എഴുതാൻ പറ്റും. അപ്പോൾ 4 ഫോഴ്സ് വെക്ടറിൻ്റെ റിസൾട്ടൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഐ കോമ്പണൻ്റ് എന്താ, ജെ കോമ്പണൻ്റ് എന്താ, കെ കോമ്പണൻ്റ് എന്താ, അതേപോലെ തീറ്റ എക്സ് എന്താ, തീറ്റ വൈ എന്താ, തീറ്റ സെഡ് എന്താന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും എഴുതിയിട്ട് ഹോംവർക്ക് ആയിട്ട് സബ്മിറ്റ് ചെയ്യാം. പിന്നെ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഇവിടെ 9 - 0.3 എന്നില്ല, 9 എന്നില്ല, ജസ്റ്റ് -3 എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, -3, -2, 1, 5, 1, -20, 4, -2, 5, 2, 1, 6. ഓക്കെ, താങ്ക് യു.